മാവേലിക്കര നഗരത്തിലും പരിസരങ്ങളിലും തിരക്കേറിയ റോഡുകളുടെ വശങ്ങളിലും അനധികൃതമായി കയ്യേറി കച്ചവടം നടത്തിയവരെ ഒഴിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച ഓപ്പറേഷൻ ക്ലീൻ മാവേലിക്കര വിജയകരമായെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ലളിത രവീന്ദ്രനാഥ് പറഞ്ഞു. നടപടികൾ തുടരുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. മാവേലിക്കര നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും തെരുവുകളിലും ഗതാഗത തിരക്കേറിയ റോഡുകളുടെ വശങ്ങളിലും അനധികൃതമായി കയ്യേറി കച്ചവടം നടത്തിയവരെ ഒഴിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച ഓപ്പറേഷൻ ക്ലീൻ മാവേലിക്കര സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയെന്ന് നഗരസഭാ ചെയർമാൻ ലളിത രവീന്ദ്രനാഥ് പറഞ്ഞു. മാവേലിക്കര നഗരസഭാ പ്രദേശത്തെ അനധികൃതമായി ഒട്ടേറെ തെരുവ് കച്ചവടക്കാർ മദ്യ ലഹരി കൊച്ചുകുട്ടികൾക്ക് പോലും നൽകിക്കൊണ്ട് കച്ചവടം നടത്തി വന്നിരുന്ന പല കച്ചവടക്കാരെയും നമുക്ക് നേരിൽ കാണുവാനും അതിന് നടപടിയെടുക്കാനുമൊക്കെ സാധിച്ചു. പല കച്ചവടക്കാരെയും തെരുവുകളിൽ നിന്ന് നമ്മൾ ഒഴിപ്പിക്കേണ്ട അവസ്ഥ തന്നെ വന്നു. ഓപ്പറേഷൻ ക്ലീൻ മാവേലിക്കരയുടെ ഭാഗമായി തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കണം എന്നുള്ള ഒരു കൗൺസിലിൻ്റെ ഐകകണ്ഠേന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സമിതിയുടെയും ഒക്കെ നിരന്തരമായ സമ്മർദ്ദം ഒട്ടേറെ ആൾക്കാരെ വലിയ ഡെപ്പോസിറ്റും വാടകയും ഒക്കെ കൊടുത്ത് നിരവധി ആൾക്കാർ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ ഭീഷണിയായിട്ട് ഈ തെരുവോര കച്ചവടക്കാർ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ വഴിയോരത്ത് കച്ചവടം നടത്തി തെരുവിൽ ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വഴിയോരക്കാർക്ക് പോലും അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തെരുവ് കയ്യേറി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി. പക്ഷെ അതിനൊക്കെ ഒരു മാനദണ്ഡം ഇല്ലാതെ യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ നിരവധി തവണ നഗരസഭയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചെന്ന് അവരോട് അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെടുമ്പോൾ യാതൊരു സമീപന രീതി ശരിയല്ലാത്ത രീതിയിൽ അവരെ നിഷ്കരണം അവരെ എതിർത്തുകൊണ്ട് തന്നെ വീണ്ടും കച്ചവടം തുടർന്നുകൊണ്ടേ പോയിരിക്കുക. ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് മാവേലിക്കര നഗരസഭാ പ്രദേശത്ത് മൊത്തം തെരുവോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചു. അത്യാവശ്യം തെരുവോര കച്ചവടക്കാരൻ്റെ സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ കാർഡുള്ളവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പദ്ധതി തന്നെ നടപ്പാക്കിയത്. പുതിയകാവ് മാർക്കറ്റ്, അതുപോലെ തന്നെ പുന്നമൂട് മാർക്കറ്റ്, കണ്ടിയൂർ മാർക്കറ്റ് എന്നീ സ്ഥലങ്ങളിൽ സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ നഗരസഭയിൽ നിന്ന് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ളവർക്ക് കച്ചവടം നടത്താനുള്ള സൗകര്യം കൂടി ഒരുക്കിയിട്ടുകൊണ്ട് ഞങ്ങൾ നഗരസഭാ പ്രദേശത്തെ മുഴുവൻ തെരുവോര കച്ചവടക്കാരെയും ഞങ്ങൾ മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മാറ്റുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ആൾക്കാർ എതിർത്ത് നിന്നുവെങ്കിലും പക്ഷേ അവരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വലിയൊരു സംരംഭം ഞങ്ങൾ നടത്തുകയുണ്ടായി. നിരവധി തവണ അനധികൃത വഴിയോര കച്ചവടം നഗരഭരണാധികാരികൾ ഒഴിപ്പിക്കണമെന്ന് കാട്ടി നഗരത്തിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി തുടങ്ങിയവ കത്ത് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലും ആരംഭിച്ച പ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ തുടരുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. CDNet ന്യൂസ്, മാവേലിക്കര.